ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമയോഗം ശ്ലോകം 17-18. ശ്ലോകം 17. ഉത്തമ ഉത്തമ പുരുഷ പുരുഷ അന്യ പരമാത്മാ പരമാത്മാ ഇതി ഉദാഹൃത ഉദാഹൃത യോ യോ ലോകത്രയം ലോകത്രയം ആവിശ്യ വിഭർത്തി അവ്യയ ഈശ്വര. ഈശ്വര. ഉത്തമ പുരുഷസ്ത്വന്യ ഉത്തമ പരമാത്മേതി ഉദാഹൃത പരമാത്മേ യോ ലോകത്രയമാവിശ്യ യോ ലോകത്രയം വിഭർത്തവ്യ ഈശ്വര. വിവർത്തവ്യേ ഈശ്വര. ഉത്തമ പുരുഷസ്ത്വന്യ ഉത്തമ പരമാത്മേതി ഉദാഹൃത പരമാത്മേ യോ ലോകത്രയമാവിശ്യ വിഭർത്തവ്യ ഈശ്വര. വിവർത്തവ്യേ ഈശ്വര. ഉത്തമ പുരുഷസ്ത്വന്യ ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത പരമാത്മ യോ ലോകത്രയമാവിശ്യ വിഭർത്തവ്യ ഈശ്വര. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പദവിച്ഛേദം. അന്യ തു ഈ രണ്ടു തരക്കാർക്കും ഈ രണ്ടു തരക്കാർക്കും പുറമേയുള്ളവനാകട്ടെ പരമാത്മാ ഇതി പരമാത്മാവെന്ന് ഉദാഹൃത പറയപ്പെടുന്നു. ഉത്തമഃ പുരുഷഃ പുരുഷോത്തമനാകുന്നു. യഹ യാതൊരു അവ്യയഃ അവ്യയമില്ലാത്തവൻ ഈശ്വരഃ ഈശ്വരൻ ലോകത്രയം മൂന്ന് ലോകങ്ങളിലും ആവേശിച്ചിട്ട് ഭരിക്കുന്നു. വിവർത്തനം. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഒരു ഭഗവാനുണ്ട്. അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. ഈ ശ്ലോകത്തിന്റെ ആശയം കഠോപനിഷത്തിൽ 2.2.13 ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ശ്വേതശാലോപനിഷത്തിലും 6.13 അങ്ങനെ തന്നെ. ബദ്ധരും മുക്തരുമായ ജീവാത്മാക്കൾ സംഖ്യാതീതരാണ്. അവർക്ക് ഉപരിയാണ് പരമാത്മാവായ പരമപുരുഷൻ എന്ന് ഈ കൃതികൾ സ്പഷ്ടമാക്കുന്നു. നിത്യോ നിത്യാനാം ചേതനാം ഭക്തരുമുക്തരുമായ ജീവസത്തകൾക്കിടയിൽ അത്യുന്നതനായ ഒരു ജീവസത്തയുണ്ട്. ആ ഭഗവാൻ ജീവാത്മാക്കളെ സംരക്ഷിക്കുകയും അവരുടെ വ്യത്യസ്ത കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സുഖദുഃഖാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ആശയം. ഭഗവാൻ പരമാത്മരൂപേണ സർവ്വജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പരമാത്മാവിനെ അറിയാൻ സാധിച്ച ബുദ്ധിമാനായ ഒരുവൻ മാത്രമാണ് പൂർണ്ണ ശാന്തി നേടാൻ യോഗ്യനാകുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്ലോകം 18. യസ്മാത് അക്ഷരം അതീതം അതീതോഹം അക്ഷരാതപി ഉത്തമ അതോ അസ്മി ലോകേ വേദേ പ്രതിത പുരുഷോത്തമ. യസ്മാത് അക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ പ്രതിത പുരുഷോത്തമ.
യസ്മാക്ഷരമതീതോഹം അക്ഷരാദപിചോത്തമ അതോസ്മി ലോകേ വേദേ പുരുഷോത്തമ യസ്മാത് അക്ഷരമതീതോഹം അക്ഷരാദപിചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. യസ്മാക്ഷരമതീതോ അഹമക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമ. പ്രധാന പദാർത്ഥം യസ്മാത് അതൊന്ന് ഹേതുവായിട്ട്, അഹം ക്ഷരം ക്ഷരം, അതായത് ക്ഷരമായ ജീവാത്മാക്കൾക്ക്, അതീത അതീതനാകുന്നു, അക്ഷരാത് അക്ഷരത്തെക്കാളും അനശ്വരനായവരെക്കാളും, ഉത്തമഃ ച ഉത്തമനുമാകുന്നു, അതഃ അതുകൊണ്ട്, ലോകേ ലോകത്തിലും, വേദേ ച വേദത്തിലും, പുരുഷോത്തമഃ ച പുരുഷോത്തമനെന്ന്, പ്രതിതഃ അസ്മി ഞാൻ പ്രസിദ്ധനാണ്. വിവർത്തനം: ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്ന് പുകഴ്ത്തുന്നു. വിവർത്തനം നിർവഹിക്കാം. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്ന് പുകഴ്ത്തുന്നു. ഭാവാർത്ഥം: ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനെ അതിശയിക്കാൻ ബദ്ധ ജീവാത്മാവാകട്ടെ മുക്തനാകട്ടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പുരുഷോത്തമനെന്ന് പറയപ്പെടുന്നു. ജീവാത്മാക്കളും ഭഗവാനും വ്യക്തികളാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നുണ്ട്. ജീവാത്മാക്കൾക്ക് ബദ്ധാവസ്ഥയിലായാലും മുക്താവസ്ഥയിലായാലും അചിന്ത്യങ്ങളായ ഭഗവാന്റെ ശക്തികളെ അവയുടെ പരിമാണത്തിൽ അതിശയിക്കാനാവില്ലെന്നത് മാത്രമാണ് വ്യത്യാസം. ഭഗവാനോട് എല്ലാ പ്രകാരവും സമശീർഷരാണ് ജീവാത്മാക്കൾ എന്ന ധാരണ തെറ്റുതന്നെ. അവരുടെ വ്യക്തിത്വങ്ങൾക്ക് ഉത്തമാധമ ഭേദം എന്നും ഉണ്ടായിരിക്കും. ഉത്തമ എന്ന പദം അന്വർത്ഥമാണിവിടെ. ഭഗവാനെ കവിഞ്ഞു നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ ലോകെ എന്ന പദം പൗരുഷാഗമത്തിൽ സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലോക്യതേ വേദാർത്ഥോ അനേന, വേദങ്ങളുടെ ഉദ്ദേശം സ്മൃതി ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നു എന്ന് നിരുക്തം. സ്ഥാനീയ പരമാത്മാവായ ഭഗവാനെ കുറിച്ച് വേദങ്ങളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ചാന്തോക്യോപനിഷത്ത് 8.12.3 പറയുന്നു: താവത് ഏഷസം പ്രസാദോ അസ്മാ ശരീരാത് സമുത്തായ പരമം ജ്യോതിരൂപം സമ്പത്യ സേനരൂപണോ അഭിനിഷ്പദ്യതേ സ ഉത്തമ പുരുഷ. ശരീരം വിട്ടുവരുന്ന പരമാത്മാവ് വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് സ്വന്തം രൂപത്തോടെ ആധ്യാത്മിക തലത്തിൽ വാഴുന്നു. പരമപുരുഷനെന്ന് അറിയപ്പെടുന്നു. പരമപുരുഷൻ ആത്യന്തികമായ തന്റെ ആധ്യാത്മിക ജ്യോതിസിനെ വെളിപ്പെടുത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ആ പരമപുരുഷന് പരമാത്മാവെന്ന നിലയിലും ഒരു മൂർത്തിഭാവമുണ്ട്. പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ച് അദ്ദേഹം വ്യാസൻ എന്ന പേരിൽ വേദങ്ങളെ വിശദീകരിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഭയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമൈക്യാനന്ദാദീസപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ വിശാഖാം നിതാംശ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനേ. ശ്രീവാർഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗര കരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗ വിരുദ്ധാഭ സിദ്ധാന്ത ദ്വന്ദ്ഹാരിണേ.
നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രൽംബരസാംബോധേ പാദാംബുജായ തേ നമ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദ നാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുകവരായ തേ. ഗൗരാവിർഭാവ ഭൂമേസം നിർദ്ദേശ സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമാ ശ്രീ ജഗന്നാഥായ തേ നമ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ യക്ഷായ് ഗോസായ് കോരി ചരണവന്ദൻ ജാഹാ ഹോയ്ദേ വിഘ്നനാശ അഭ്യഷ്ടപൂരൻ പാഞ്ചാകൽപതരുഭ്രശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരദിശേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി രാധാ ജയതാം സുഹൃദോ രാധാ മദന മോഹനോ ദിവ്യാവൃന്ദാരൺ സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീല സേവ്യമാനോ സ്മരാമി. ശ്രീമാൻ രാസരസാരംഭി വംശി വടത്തര സ്ഥിത കർഷൻ വേണുസനീർ ഗോപി ഗോപിനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമസ്ത വൈഷ്ണവൃന്ദത്തോടും ഒരേ പ്രാർത്ഥനയാണ്. ഈ സേവയിൽ എന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റോ അവിവേകമോ ഉണ്ടായാൽ ബദ്ധജീവാത്മ എന്ന കാരണത്താൽ സാദരം എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സത്സംഗത്തിൽ കൂടി ഭക്തർക്ക് എന്തെങ്കിലും ജ്ഞാനം ആർജിക്കാൻ സാധിച്ചാൽ അത് പൂർണ്ണമായും നമ്മുടെ ശിക്ഷാഗുരു സത്യോദ പ്രഭുവിന്റെയും ഇസ്കോൺ സ്ഥാപനം ആചാര്യരും അവിടുത്തെ ദീക്ഷാഗുരുവുമായ ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശീലാപ്രഭ മഹാരാജാവിന്റെയും കൃപ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ യാതൊരു കഴിവില്ല എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്തവ്യ ഈശ്വര. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു ധോ വിമോ പുരുഷോ ലോകെ ക്ഷരാക്ഷ അക്ഷര ഏവച്ച. അങ്ങനെ 2 തരത്തിലുള്ള പുരുഷന്മാരുണ്ട്. ക്ഷര എന്നും അക്ഷര എന്നും. അത് ക്ഷര എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ ബദ്ധമായ ജീവാത്മാവാണ്. ഭൗതികതയിൽ പെട്ടുകിടന്ന ജീവാത്മാവാണ് ക്ഷരമായിട്ടുള്ളതും. അക്ഷര എന്ന് പറഞ്ഞാൽ അത് ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്നതും. എന്നാൽ ഇവർ 2 പേർക്കും ഉപരിയായി, ഇപ്പൊ ഈ ശ്ലോകത്തിൽ ഇവർക്ക് 2 പേർക്കും ഉപരിയായി ഉത്തമമായ ഒരു പുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യനായ ഭഗവാൻ ഉണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മളിപ്പോ പറയുന്ന 17ാം ശ്ലോകത്തിൽ പറയുന്നത്. ഒരിക്കലും, അതായത് അവ്യനായതെന്നുള്ളത് ഒരിക്കലും നാശമില്ലാത്തത് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു ഉത്തമമായ ഒരു പുരുഷൻ, ഉത്തമമായ ഒരു പുരുഷനും കൂടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കണം. അത് ക്ഷരമായതുണ്ട്, അക്ഷരമായതുകൊണ്ട് ഇനി ഉത്തമമായ പുരുഷൻ. ഇവർക്ക് ഉപരിയായിട്ട്, മുകളിലായിട്ട് ഒരു പരമാത്മാ രൂപിയായാലും പരമപുരുഷനായ ഒരു ഭഗവാൻ കൂടി ഉണ്ട്. ആ ഭഗവാൻ അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അതിൽ 3 ലോകങ്ങളിലും ഉൾപ്പോകിയിരുന്നു കൊണ്ട് അവയെ പുലർത്തിപ്പോരുന്നു. ഈ ലോകങ്ങളെ മുഴുവൻ കാത്തുരക്ഷിക്കുന്ന ആ ഉത്തമമായ പുരുഷനെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭാവാർത്ഥം. ഈ ശ്ലോകത്തിന്റെ ആശയം കഠോപനിഷത്തിലും ശ്വേതോപനിഷത്തിലും പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. 2:2:13 പറയാണ് ഈ ഇതിനെ കുറിച്ചിട്ട്. അതായത് ഈ ഉത്തമ പുരുഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം നമുക്ക്. അപ്പൊ അതിനു മുമ്പ് ഈ ഭഗവാന്റെ ഈ ശ്ലോകം, അത് ഈ കഠോപനിഷത്തിലും ശ്വേതോപനിഷത്തിലും പറയുന്ന നിത്യാനാം ചേതനാനാം ഏകോ ബഹുനാം യോ വിധാതി കാമാൻ തമാത്മസ്തം ഏനു പശ്യന്തി ധീരസ്തേഷ ശാന്തി ശാശ്വതി നേതരേഷാം എന്നുള്ള ശ്ലോകം നമുക്ക് 2-ാം അധ്യായത്തിലെ 12ാം ശ്ലോകത്തില് പൊട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവന ഭവിഷ്യാമ സർവേ വയമതപരം. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല, അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കാരുമല്ലോ എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാവില്ല. അപ്പൊ എല്ലാ ജീവാത്മാക്കളും എപ്പോഴും നിലനിൽക്കുന്നതാണ്. പക്ഷെ ഭൗതികത്തിൽ വന്നപ്പോഴാണ് അത് ക്ഷരമായിരിക്കുന്നത്. വെച്ചാൽ ഭൗതിക ജീവാത്മാവിനല്ല,
ശരീരത്തിനാണ് അത് പറയുന്നത്. പക്ഷെ ഭൗതികയിൽ ഇരിക്കുന്നവർ ക്ഷരമായ ജീവാത്മാക്കളായിട്ട് കണക്കാക്കുന്നു. അതിനെ ആധ്യാത്മികയിലേക്ക് എത്തുമ്പോൾ അത് അക്ഷരമാകുന്നു എന്നാണ് പറയുന്നത്. അതിനുപരിയായ ഈ ഉത്തമ പുരുഷനെ കുറിച്ചിട്ടാണ് ഈ മുണ്ടകോപനിഷത്തിലും കഠോപനിഷത്തിലും ശ്വേതോപനിഷത്തിലും പറയുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കാലത്തും നിലനിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും ശാശ്വതൻ. ഇപ്പോ രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു, അവരെക്കാട്ടും കൂടുതലുള്ള കാര്യമാണ് പറഞ്ഞത്. എക്കാലത്തും നിലനിൽക്കുന്ന വെച്ച് ഏറ്റവും ശാശ്വതം, ബോധമുള്ളവരിൽ വെച്ച് പരമമായ ബോധസ്വരൂപനും. പരമമായ ബോധസ്വരൂപനുള്ള ആ പരമാത്മാവിനെ കുറിച്ചിട്ടാണ് ഈ ഉത്തമ പുരുഷൻ എന്ന് ഈ 17-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഏകനാണ്, എന്നാൽ അനേകരുടെ കർമ്മഫലങ്ങളെയും ആഗ്രഹങ്ങളെയും നൽകി പരിപാലിക്കുന്നവനുമായ. ഇപ്പോ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്ന ജീവാത്മാക്കളും അല്ലെങ്കിൽ ആധ്യാത്മികത്തിലുള്ള ജീവാത്മാക്കളും എല്ലാവരുടെയും പരിപാലനം ചെയ്യുന്ന അവരുടെ കർമ്മഫലങ്ങൾ, അത് നല്ലതായാലും പൊട്ടയായാലും, അത് നല്ല ഫലങ്ങളായാലും പൊട്ട ഫലങ്ങളായാലും അനുഭവിക്കേണ്ടത് അതെങ്ങനെയൊക്കെയാണോ അവർക്ക് വേണ്ടത് അതൊക്കെ യഥാവിധി ആഗ്രഹങ്ങളെയും നൽകി പോരും, എല്ലാം അവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പോരുന്ന ആ പരമാത്മാവിനെ സ്വന്തം ഹൃദയത്തിൽ തന്നെ സാക്ഷാത്കരിക്കുന്നവരായ ജ്ഞാനികൾക്ക് എക്കാലത്തും നിലനിൽക്കുന്ന ശാന്തി ലഭിക്കും. അപ്പൊ അങ്ങനെ ആ പരമാത്മാവിനെ തന്റെ ഹൃദയത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ജ്ഞാനികൾക്ക്, അവിടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന പരമാത്മാവിനെ കാണാൻ സാധിക്കുന്ന ശാന്തികൾ എപ്പോഴും ശാന്തി ലഭിക്കുന്നതാണ് പറഞ്ഞത്. അല്ലാത്തവർക്ക്, അതായത് അജ്ഞാനികൾക്ക് ആ ശാന്തി ലഭിക്കില്ല. തന്റെ ഉള്ളിൽ തന്നെ പരമാത്മ സ്വരൂപിയായ ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നവരെ ജ്ഞാനികളെന്നും, അത് കാണാൻ കഴിയാത്തവരെ അജ്ഞാനികളും എന്നാണ് ഇതിൽ കൂടി ഇപ്പൊ അത് പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈ രണ്ട് ശ്വേതോപനിഷത്തിലും കഠോപനിഷത്തിലും ഇത് രണ്ടിലും ഈ ഒരേ ശ്ലോകം തന്നെയാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് ഭഗവാനെ അങ്ങനെയാണ്, ഈ പരമാത്മ സ്വരൂപനായ ഭഗവാനെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് 3 ലോകങ്ങളിലും നമ്മുടെ 17-14 ലോകം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന 3 ലോകം അല്ലേ, സ്വർഗം അല്ലെങ്കിൽ ഉപരിലോകലും അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ പാതാളം, അങ്ങനെയുള്ള 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യം എല്ലാ ജീവജാലങ്ങളെയും, ഭൂലോകത്തിലല്ല സർവ ഗ്രഹങ്ങളിലും വസിക്കുന്ന ജീവജാലങ്ങളെയും, അതാത് ഗ്രഹങ്ങളിൽ വസിക്കാനുള്ള ശരീരം കിട്ടിയിരിക്കുന്നത് ഓരോ ഗ്രഹങ്ങളിലും അതാത് ജീവജാലങ്ങൾക്ക് അതാത് ചേരുമ്പോൾ. അപ്പൊ സൂര്യന് പോലും ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ആ ജീവന്റെ സൂര്യന്റെ തലത്തിൽ ജീവിക്കാവുന്ന ശരീരമുള്ള ജീവാത്മാക്കൾ അവരെ അവിടെ നമ്മുടെ ശരീരവുമായിട്ട് ഉപയോഗിക്കാൻ അവിടെ പാടില്ല. ജീവാത്മാവിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ ആ ഗ്രഹങ്ങളിലും അവിടെയും ആ സൂര്യഗോളത്തിൽ പോലും ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെയുള്ള ഏതു ഗ്രഹങ്ങളിലാണെങ്കിലും അഖണ്ഡകോടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാൻ അവരെയെല്ലാം പരിപാലിച്ചു പോരുന്നു. അവയെ അന്തർഗതനായി അവയെ പുലർത്തി പോരുന്നു. അതിനുള്ളിൽ ഇരുന്നു കൊണ്ട്, എല്ലാ ജീവജാലങ്ങളും ഉള്ളിൽ പരമാത്മാ സ്വരൂപിയായ ഭഗവാൻ ഇരുന്നു കൊണ്ട് എല്ലാവരെയും പരിപാലിച്ചു പോരുന്നു. അങ്ങനെയുള്ള ആ ഉത്തമ പുരുഷനെ മനസ്സിലാക്കുക. ആ ഉത്തമ പുരുഷനെയും കൂടി നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2 പുരുഷന്മാർ തന്നെയല്ല, മൂന്നാമതൊരു വ്യക്തി, അതും ഈ വ്യക്തി രൂപത്തിലുള്ള ആ ഭഗവാനെയാണ് നമുക്ക് അറിയാൻ കഴിയും. ആ വ്യക്തി രൂപം ആ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയും. ആ വ്യക്തി സ്വരൂപിയായ ഭഗവാന്റെ രൂപമാണ് ഈ ലോകം മുഴുവൻ, അതായത് ആ 17-14 ലോകത്തിൽ അല്ലെങ്കിൽ അഖണ്ഡകോടി ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ നിറഞ്ഞ് ആ ജീവജാലങ്ങളെയും എല്ലാറ്റിനും ഉള്ളിൽ ഇരിക്കുന്ന പരമാത്മാ സ്വരൂപിയായ ഭഗവാൻ സർവരെയും പരിപാലിച്ചു പോരുന്നു. അപ്പൊ ഈ ശ്ലോകത്തിൽ നിത്യോനാം ചേതനാനം എന്നുള്ള ആ ശ്ലോകത്തിലും ഇതാണ് ബദ്ധരും മുക്തരുമായ ജീവസത്തകൾക്കിടയിൽ അത്യുന്നതമായ ഒരു ജീവസത്തയുണ്ട്. ആ ജീവസത്തയാണ് ഈ ഉത്തമ പുരുഷൻ. ആ ഭഗവാൻ ജീവാത്മാക്കളെ സംരക്ഷിക്കുകയും അവരുടെ വ്യത്യസ്ത കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സുഖദുഃഖാനുഭവം നൽകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ആശയം. അപ്പൊ എന്താണ്, അവർക്ക് ചെയ്ത കർമ്മത്തിന്റെ ഫലം, അത് സുഖമാണെങ്കിലും ദുഃഖങ്ങളായാലും അതൊക്കെ അവർക്ക് നൽകിപ്പോരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് അതനുസരിച്ച് അത് നൽകിപ്പോരുന്നു. അവർക്ക് വേണ്ട പരിപാലനം മുഴുവൻ ചെയ്തു പോരുന്ന പരമപുരുഷനെയാണ് ഈ മൂന്നാമതായി നമ്മൾ പറയുന്ന ഈ ഉത്തമ പുരുഷൻ. ആദ്യത്തെ 2 പുരുഷന്മാരെ നമുക്ക് മനസ്സിലായി. ഇത് മൂന്നാമത്തെ പുരുഷന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അത് എല്ലാ ആത്മാവിന്റെ ഉള്ളിലും കുടികൊള്ളുന്ന പരമാത്മ സ്വരൂപിയായിട്ടാണ് വാഴുന്നത്. ഭഗവാൻ പരമാത്മരൂപേണ സർവ്വജീവികളെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 8-ാം അധ്യായത്തിന് 60-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ,
ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശാർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢനമായ ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഉള്ളിൽ പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർബന്ധമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഒരു യന്ത്രത്തിൽ എന്ന പോലെ, അതായത് ആ ഭൗതിക ശക്തിയിൽ നിർബന്ധമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ, ആ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത് ആ ആത്മസ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവാണ്. അതാണ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ സർവ്വജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ പരമാത്മാവിനെ അറിയുന്നവൻ, ഈ പരമാത്മാവിനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നവൻ, ബുദ്ധിമാനായ ഒരുവൻ മാത്രമാണ് പൂർണ്ണശാന്തി നേടാൻ യോഗ്യനാകുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പൂർണ്ണശാന്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യസ്മാക്ഷരം അതീതോഹം അക്ഷരാദപിച്ചോത്തമ അതോസ്മി ലോകേ വേദേ ച പുരുഷോത്തമ. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠമായതുകൊണ്ട് ലോകരും വേദവും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു. പറയണ ഇന്ദ്രിയാതീതനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതൻ. ഇപ്പോൾ മനസ്സിലായി, ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും, അതായത് നശിക്കുന്നതിനും ഭൗതിക ലോകത്തുള്ളതിനെയും അധ്യാത്മ ലോകത്തിനെയും ഉള്ളതിനെയും വെച്ചിട്ടും അതീതമായിരിക്കുന്ന ആ സർവ്വശ്രേഷ്ഠമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ. അപ്പൊ വേദത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ചാല് പുരുഷോത്തമൻ എന്നാണ്. ഈ ലോകരും എന്നിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ ലോക എന്ന പദം പൗരുഷാഗമത്തിൽ എന്ന് വെച്ചാൽ, അതായത് അപൗരുഷേയമല്ല, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടത്. അതായത് രണ്ട് സ്മൃതി ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. പൗരുഷാഗമത്തിൽ എന്ന് പറഞ്ഞാൽ സ്മൃതി ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സ്മൃതിയും ശ്രുതിയും എന്നുള്ള രണ്ട് തരത്തിലുള്ള നമുക്ക് എന്താ പറയാ ഗ്രന്ഥങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അപ്പോൾ ശ്രുതി എന്താണെന്ന് വെച്ചാൽ ഈശ്വരിൽ നിന്ന് നേരിട്ട് കേട്ട് ഋഷിമാർ മനസ്സിലാക്കിയെടുത്ത വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത്. അത് ഈശ്വരിൽ നിന്ന്, അതായത് വേദങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. ഈശ്വരൻ ബ്രഹ്മാവിന്, അത് ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതാണ് അല്ലേ വേദങ്ങൾ. അപ്പൊ അതിനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത്. ഇവ മാറ്റമില്ല, അതിന് മാറ്റം ഉണ്ടാവില്ല, അത് എപ്പോഴും ഒരേപോലെയാണ്, പരമോന്നതവുമാണ്, ആധികാരികത്വം ഉള്ളവരാണ്. അതിന് ആധികാരികത്വമുണ്ട്, അതിനെ അതാണ് ഇങ്ങനെയുള്ള ഈ ശ്ലോകങ്ങളൊക്കെ ഈ ഉപനിഷത്തുകളും അങ്ങനെ ശ്രുതിയിൽ വരുന്നതാണ്. ശതോപനിഷത്തും കഠോപനിഷത്തൊക്കെ പറയുന്നത് ശ്രുതി ഗ്രന്ഥങ്ങളാണത്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ശ്ലോകങ്ങളിൽ കൂടെ അത് കോട്ട് ചെയ്യുമ്പോൾ അത് ആധികാരികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് അതിൽ ഒരു വീഴ്ചയില്ല, അതിന് മാറ്റമില്ലാത്തതാണ്, അത് പരമോന്നതമാണ്. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അത് ഭഗവാൻ നേരിട്ട് അരുളി ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് അതിനെ നമുക്ക് അത് വെച്ച് ഈ ഓരോ ശ്ലോകങ്ങളെയും നമ്മളെ മനസ്സിലാക്കി തരുമ്പോൾ അതിന്റെ പൂർണ്ണ സത്യം, അതായത് പൂർണ്ണമാണ്, അത് അത്രയും എന്താ പറയാ, അത്രയും ശ്രേഷ്ഠമാണ്. അതിൽ നമുക്ക് ഇനി ഒരു പതിരില്ലാത്തതാണത്, അതിന്റെ പതിരില്ല, അത് അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അതിൽ കോട്ട് ചെയ്തിട്ടെങ്കിൽ ആ ശ്ലോകം അത്രയും ഉന്നതമായ ഒരു ശ്ലോകം തന്നെയാണ്. അപ്പോ ആ ശ്ലോകത്തിന് വിശ്വാസം വർദ്ധിക്കും അങ്ങനെയുള്ളത് ആകുമ്പോൾ ഈ വക ശ്രുതി ഗ്രന്ഥങ്ങളിൽ നിന്നും കോട്ട് ചെയ്യുന്നത്. ഇവിടെ സ്മൃതിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ലോഗോ എന്ന പദം എന്ന് പറയുന്നത്, ലോകെ എന്ന് പറയുന്നത് എന്താ വെച്ചാല് സ്മൃതി ഗ്രന്ഥമാണത്. അത് കാരണം വെച്ചാൽ ശ്രുതികളെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാരും മുനിമാരും രചിച്ച ഗ്രന്ഥങ്ങൾ. അപ്പോൾ ശ്രുതി ഭഗവാൻ അരുളി ചെയ്ത ഗ്രന്ഥങ്ങളെ, അതായത് അതേതൊക്കെയാണ് നമുക്കറിയാം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദമൊക്കെയാണ് ഈ ശ്രുതിയിൽ പെടുന്നത്, ഉപനിഷത്തുള്ളത് ശ്രുതിയിൽ പെടുന്നതാണ്. അത് ഭഗവാൻ നേരിട്ട് അരുളി ചെയ്ത കാര്യങ്ങളാണ്. അതിനെ ആസ്പദമാക്കി പണ്ഡിതന്മാരും മുനിമാരും രചിച്ച ഗ്രന്ഥങ്ങൾ ശ്രുതികളെ അപേക്ഷിച്ച് അതാണ് എന്താണ് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്നുള്ളത്. അപ്പൊ പൗരുഷാഗമത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടത്, മനുഷ്യർ എഴുതിയുണ്ടാക്കിയത്, അവരെ ഓർമ്മശക്തിയിൽ നിന്നും, സ്മൃതിയും ചില ഓർമ്മയാണ്, ഓർമ്മയിൽ നിന്നും അല്ലെങ്കിൽ ഒരാളിൽ നിന്നും കേട്ടുള്ള കാര്യങ്ങൾ. ആ പൗരുഷാഗമനത്തിൽ എന്ന് പറയുന്ന അർത്ഥം അതാണ്. അത് മനുഷ്യരാൽ നിർമ്മിതമായിട്ടുള്ളതാണ്, മനുഷ്യൻ പറഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ആ മനുഷ്യരാരൊക്കെയാണ്? മുനിമാരും പണ്ഡിതന്മാരും. അവരൊക്കെയാണ് അതിനെ വേദങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള കാരണം. പക്ഷെ അത് ശ്രുതി ഗ്രന്ഥങ്ങളെ പോലെ ആധികാരികത അല്പം കുറവാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മോശമാണെന്നല്ല അർത്ഥം, അതിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. എന്നാൽ 100% ശ്രുതിയുടെ അത്രയ്ക്ക് വരില്ല. കാരണം വെച്ചാൽ അത് മനുഷ്യരാൽ നിർമ്മിതമായതുകൊണ്ട് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ അതില് ചേർക്കും. കാരണം മനുഷ്യരുടെ ദൈനംദിന ജീവിതം, അല്ലെങ്കിൽ ധർമ്മം, നിയമങ്ങൾ, ആചാരം എന്നിവയൊക്കെ പ്രതിപാദിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായിട്ടാണ് ഇന്ന് കണക്കാക്കുക. അപ്പൊ മനുഷ്യർക്ക് വേണ്ട ജീവചര്യകളൊക്കെ അതിലും കൂടി പ്രതിപാദിക്കുന്നു. അപ്പോ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിലെ ലോകെ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു. ഈ ലോകരെ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള ഈ മുനിമാരും പണ്ഡിതന്മാരും ഋഷിവര്യന്മാരും അവരാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും കൂടി അതിലും കൂടി പിന്നെ വേദങ്ങളിലും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് സാരമാക്കേണ്ടത്. പരമദിവ്യാത്മ പുരുഷനായ ശ്രീകൃഷ്ണനെ അതിശയിക്കാൻ ബദ്ധജീവാത്മാവട്ടെ മുക്തനാകട്ടെ ആർക്കും സാധ്യമല്ല. അപ്പൊ ഇവിടെ അതിശയിക്കാൻ എന്ന് പറഞ്ഞാല് പരമദിവ്യാത്മ പുരുഷനെ അപ്പുറമായിട്ട് അതിന് മേലെ ആരുമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിശയിക്കാൻ അല്ലെ, നമുക്ക് ഒരു കാര്യം കണ്ടാൽ ഭഗവാൻ അതിനപ്പുറത്തേക്ക് അതിശയിക്കാൻ ഇല്ല എങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഭഗവാന് അപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോ ഈ ബദ്ധജീവാത്മാക്കൾക്കും മുക്തനും ഭഗവാന് അതിശയിക്കാൻ, അത് ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെ അതിശയിക്കാനുള്ളതല്ല, എന്താ പറയുക, ജീവാത്മാ അതിലും ഉപരിയാണ് ഭഗവാൻ. അതിലും അപ്പുറം ഈ ബദ്ധജീവാത്മാക്കളോ മുക്താക്കളോ കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. ജീവാത്മാക്കളും ഭഗവാനും വ്യക്തികളാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നത്. അപ്പോൾ ജീവാത്മാക്കളും ഭഗവാനും വ്യക്തികളായിട്ട് ഇവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ജീവാത്മാക്കൾ ബദ്ധാവസ്ഥയിലായാലും മുക്താവസ്ഥയിലായാലും അചിന്ത്യങ്ങളായ ഭഗവാന്റെ ശക്തികളെ അവിടെ പരിണാമത്തിന് അതിശയിക്കാനാവില്ലെന്ന് മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഭഗവാന്റെ ശക്തികളെ ഈ ജീവാത്മാക്കൾക്കും ബദ്ധാത്മാക്കളാണെങ്കിലും മുക്താത്മാക്കളാണെങ്കിലും ഭഗവാന്റെ ശക്തികളെ അതിശയിക്കാൻ, അതിനെ മറികടക്കാൻ, അതിശയിക്കാൻ അങ്ങനെ ഒരു അർത്ഥം, അതിനെ മറികടക്കാൻ ഇവർക്ക് സാധിക്കില്ല. ആ പരമോന്നത പുരുഷൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കിടക്കാൻ ഈ രണ്ടു പേർക്കും സാധ്യമാവില്ല എന്നാണ്, അതിശയിക്കാനാവില്ല എന്നാണ് മാത്രമാണ് വ്യത്യാസം. ബാക്കി അവര് വ്യക്തിഗതാത്മാക്കളാണ്. രണ്ടിലും ഭഗവാന്റെ അംശം തന്നെയാണ് ഈ ജീവാത്മാവ്. ബദ്ധാവസ്ഥയിലുള്ളതാണെങ്കിലും മുക്താവസ്ഥയിലാണെങ്കിലും ജീവാത്മാവ് ഭഗവാന്റെ അംശം തന്നെയാണ്. പക്ഷെ ഭഗവാന്റെ ശക്തികളെയോ ഭഗവാന്റെ ഗുണങ്ങളെയോ അതിശയിക്കാൻ ആവില്ലെന്ന് മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ മൂന്ന്, അതായത് രണ്ട് പുരുഷന്മാരെ കുറിച്ച് പിന്നെ ഉത്തമനായ പുരുഷനെ കുറിച്ച്, ഈ മൂന്ന് പുരുഷന്മാരെ കുറിച്ചുള്ള വ്യത്യാസം ഇത് മാത്രമാണ്. ഭഗവാനുടെ എല്ലാ പ്രകാരവും സമശീർഷരാണ് ജീവാത്മാക്കൾ എന്ന ധാരണ തെറ്റു തന്നെ. അപ്പോ ഭഗവാനോട് ഏകീഭവിച്ചിരിക്കുന്നതാണ്. ഏകീഭാവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏകീഭാവം അനൈക്യമില്ല എന്ന് അർത്ഥമാക്കുന്നുണ്ട്. അത് ഭഗവാനുമായിട്ട് അനൈക്യമില്ല എന്നുള്ള ഏകീഭാവം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. വ്യക്തിത്വം ഇല്ല എന്ന് അർത്ഥമാക്കുന്നില്ലേ. രണ്ടുപേരും മൂന്ന് വ്യക്തിത്വം ആത്മാക്കളാണ്, പക്ഷെ ഏകീഭവിച്ചിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും ഭഗവാനെ സമശീർഷനാണ് ജീവാത്മാക്കളെന്ന് അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരുപോലെയാണ്, ഒരേ ക്വാളിറ്റി ആണ് എന്ന് മനസ്സിലാക്കുന്നത് തെറ്റു തന്നെയാണ്. അവരുടെ വ്യക്തിത്വങ്ങൾക്ക് ഉത്തമാധമ ഭേദം എന്നുണ്ടായിരിക്കും. ഈ മൂന്ന് പുരുഷന്മാരെ ഇപ്പൊ കാര്യം പറഞ്ഞു. മൂന്ന് പുരുഷന്മാര് വ്യക്തിത്വത്തിന് ഉത്തമാധം, അത് ഭൗതികതയിലുള്ളതിന് വളരെ അധമതായിരിക്കും, മുക്താത്മാവിന് ഇത് കുറച്ച് ശ്രേഷ്ഠമായിരിക്കും, അതിലും ഉന്നതിയായ ആളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമ പുരുഷോത്തമൻ. ആ ഉത്തമാധമ ഭേദം എന്നും ഉണ്ടായിരിക്കും. ഇവർ തമ്മിലുള്ള ഈ ഭേദവ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കും. കാര്യം അവര് ഒരേ ഭഗവാന്റെ അംശത്തിൽ നിന്ന് വന്നതാണെങ്കിലും പക്ഷെ ഈ ഒരു കാരണം അവർക്ക് എപ്പോഴും വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഭഗവാനും ഭക്തനും ഇല്ല എന്ന് നമ്മൾ ഒരു ശ്ലോകത്തിൽ പഠിച്ചല്ലോ. അതുപോലെ തന്നെ ഭഗവാൻ ഉണ്ടെങ്കിലേ ഭക്തനുള്ളൂ, അപ്പൊ ഭഗവാനും ഭക്തനും ഉണ്ടെങ്കിലേ ഭക്തിയുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ ആ വ്യത്യാസം വ്യക്തിയാണ് എന്നിരുന്നാലും അവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഭഗവാൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ തുല്യ ശക്തിയാണ് ഈ ജീവാത്മാക്കളും എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭഗവാൻ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ആ ഭഗവാന് വേർതിരിവ് അവിടെ കാണുക തന്നെ വേണം. അങ്ങനെ ഉള്ള ആ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോ ലോകത്തെ വേദാർത്ഥേന വേദങ്ങളിൽ ഉദ്ദേശിക്കുന്ന സ്മൃതിഗ്രന്ഥങ്ങൾ വരും. അപ്പൊ വേദങ്ങളിലും പൗരുഷാഗമനത്തിലും ഈ ഭഗവാന്റെ ഈ ഉത്തമ പുരുഷോത്തമൻ എന്നുള്ള ഈ കാര്യം എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരേപോലെ അർത്ഥമാക്കിയിട്ട് സ്ഥാനീയ പരമാത്മാവായ ഭഗവാനെ കുറിച്ച് വേദങ്ങൾ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ശാന്തോഗ്യോപനിഷത്തിൽ 8:12-3 പറഞ്ഞു, താവത് ഏഷം പ്രസാദോ സപ്സ്മാം ശരീരാ സമുത്തായ പരം ജ്യോതിരൂപം സമ്പദ്യേ സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ സ ഉത്തമ പുരുഷ. അങ്ങനെയുള്ളതാണ് ഉത്തമ പുരുഷൻ എന്ന് ചാന്തോപനിഷത്തിൽ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് ഒരു മുക്ത ആത്മാവിന്റെ അവസ്ഥയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പ്രബുദ്ധനായ വ്യക്തി ആത്മാവ് നശ്വരമായ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പരമമായ പ്രകാശം നേടുവാൻ അത് അതിന്റെ യഥാർത്ഥ രൂപം ശുദ്ധവുമായ ദിവ്യ രൂപത്തിൽ അതിന്റെ യഥാർത്ഥ രൂപവും
അല്ലെങ്കിൽ ശുദ്ധമായ ദിവ്യരൂപത്തിൽ പ്രകാശിക്കണം. അതായത് ആ ശരീരം വിട്ടു പോകുമ്പോൾ, അത് ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ അത് അതിന്റെ യഥാർത്ഥ രൂപം, അതായത് ശുദ്ധമായ ദിവ്യരൂപത്തിൽ പ്രകാശിക്കുന്നു. ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട ഭൗതിക ശരീരത്തെ മറന്നുകൊണ്ട് അത് സന്തോഷത്തിന്. അപ്പോൾ ഭൗതിക ലോകത്തിൽ നിന്ന് തന്റെ ശരീരം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോൾ, ആ ആത്മസാക്ഷാത്കാരമായിട്ട് നേടി പോകുമ്പോൾ അതിന്റെ യഥാർത്ഥവും ശുദ്ധവുമായ ദിവ്യരൂപത്തിൽ അവിടെ പ്രകാശിക്കുന്നവൻ. ആ ശരിയായ രൂപം, ആ ആധ്യാത്മിക രൂപമുണ്ടല്ലോ, ആ രൂപത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ പ്രകാശിതമായ അവിടെ പ്രകാശമാനമായിട്ട് രൂപം കൊള്ളുന്നു. ഈ പ്രബുദ്ധമായ അവസ്ഥയിൽ ആത്മാവ് പരമമായ ആനന്ദം ആസ്വദിക്കും. അവിടെ എത്തുമ്പോൾ ശരിയായ ആനന്ദം ആ ആധ്യാത്മികയിൽ എത്തുമ്പോഴാണ് ഈ ജീവാത്മാവിന് ആനന്ദം അനുഭവപ്പെടുന്നത്. ഭൗതികതയിൽ വന്ന് കിടക്കുമ്പോൾ, ബദ്ധമായ ശരീരത്തിൽ കിടക്കുമ്പോൾ, ഗുണങ്ങൾപ്പെട്ട് കിടക്കുന്ന ശരീരത്തിൽ കിടക്കുമ്പോൾ അതിന് ആനന്ദം ലഭിക്കുന്നില്ല. അപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് അതിന് സന്തോഷം കിട്ടുന്നത്. ഒരു വണ്ടിയിൽ കുതിരയെയോ കാളയോ കെട്ടിയിടുന്ന പോലെയാണ് പ്രാണൻ കർമ്മഫലം നിമിത്തം ശരീരത്തോട് ബന്ധിക്കപ്പെടുന്നത്. അപ്പൊ ആ ജീവാത്മാവ് ഒരു ശരീരത്തിൽ ബന്ധിക്കപ്പെടുന്നത് എന്താണ്? നമ്മളൊരു വണ്ടിക്കാളെ പോലെയാണ് അത്ര. അപ്പൊ ആ കാളയ്ക്ക് എത്രമാത്രം ദുരിതമാണ് വണ്ടി വലിച്ചുകൊണ്ട് നടക്കാൻ. അപ്പൊ ആ ദുരിതം പോലെയാണ് ആ ജീവാത്മാവിന് ഈ ശരീരസ്ഥനായിട്ട് ഇരിക്കുമ്പോഴുള്ള അങ്ങനെ ശരീരസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ജീവാത്മാവ് ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് ഉയർന്ന് പരമമായ ജ്യോതിസുമായ പരബ്രഹ്മവുമായി ഒന്നിക്കുകയും തന്റെ യഥാർത്ഥ ദിവ്യരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ശ്ലോകം അപ്പൊ ചൊല്ലിയ ശ്ലോകത്തിലെ ഉത്തമ പുരുഷ എന്ന് പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, ചാന്തോഗ്യോപനിഷത്തിന്റെ ശ്ലോകത്തിന്റെ ശരിയായ ഇത് മീനിങ് എന്താണ്? ജീവാത്മാവ് ഈ ഭൗതിക ശരീരത്തിൽ നിന്നും ഉയർന്ന് പരമമായ ജ്യോതിസുമായി പരബ്രഹ്മമായി ഒന്നിക്കുകയും തന്റെ യഥാർത്ഥ ദിവ്യ സ്വരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിലുള്ള ആത്മാവിനെ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലെത്തുമ്പോഴാണ് അത് ഉത്തമ പുരുഷനായി തീരുന്നത്. ഭൗതികമായ പരിമിതികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തനായി ആത്മാവ് തന്റെ യഥാർത്ഥവും പരിശുദ്ധവുമായ ദിവ്യരൂപത്തെ തിരിച്ചറിഞ്ഞ് മോക്ഷാവസ്ഥയെക്കുറിച്ച് ആണ് ആ മോക്ഷാവസ്ഥയിലേക്ക് എത്തുക. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ശ്ലോകത്തിൽ നിന്ന് അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരീരം വിട്ടുവരുന്ന പരമാത്മാ വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ വ്യക്തിശൂന്യ ബ്രഹ്മത്തിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് സ്വന്തം രൂപത്തോടെ ആധ്യാത്മിക തലത്തിൽ വാഴുന്നു. അവിടെ ആധ്യാത്മിക തലത്തിലുണ്ടല്ലോ, നമുക്ക് ഭൗതിക തലത്തിൽ രൂപം കിട്ടിയ പോലെ ആധ്യാത്മിക തലത്തിൽ രൂപമുണ്ട്. ആ തലത്തിൽ ആധ്യാത്മിക തലത്തിൽ വാഴുന്നു. പരമപുരുഷൻ അവിടെ വെച്ചിട്ട് അത് പരമപുരുഷൻ എന്നറിയപ്പെടുന്നു. പരമപുരുഷൻ ആത്യന്തികമായി തന്റെ ആധ്യാത്മിക ജ്യോതിസിനെ വെളിപ്പെടുത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്തു. അവിടെ ആ പരമപുരുഷൻ എന്താ? ആധ്യാത്മികമായി തന്റെ ആധ്യാത്മിക ജ്യോതിസിനെ, തന്റെ ഉള്ളിലെ ആ ജ്യോതിസിനെ വെളിപ്പെടുത്തുകയും എന്നിട്ട് അവിടെ അതിന്റെ മുഴുവൻ പ്രകാശം അവിടെ പരത്തുന്നു. ആ പരമപുരുഷന് പരമാത്മാവ് എന്ന നിലയിലും ഒരു മൂർത്തിഭാവമുണ്ട്. അപ്പോ നമ്മളെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവെന്ന ഭാവത്തിൽ ഒരു മൂർത്തിഭാവമുണ്ട്. പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ച് അദ്ദേഹം വ്യാസൻ എന്ന പേരിൽ വേദങ്ങളെ വിശദിച്ചു. അപ്പൊ ഈ ഭഗവാൻ, ഈ പരമാത്മ രൂപേണ ഇരിക്കുന്ന ഭഗവാൻ സർവ ശരീരത്തിലും ഉൾക്കൊള്ളുന്ന ഭഗവാൻ ഇപ്പോ വ്യാസദേവന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ അധ്യായം 10 നമുക്കറിയാം, വിഭൂതി യോഗത്തില് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതെണ്ണാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് അത് ഞാനാണെന്ന് മനസ്സിലാക്കണം എന്ന് ആദ്യം കാണുമ്പോൾ തന്നെ ഏറ്റവും ഉത്തമമായത് ഞാനാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ശ്ലോകങ്ങളുണ്ട്. അല്ലെ, മുനിനാം അപ്യഹം വ്യാസ, മുനിമാരിൽ ശ്രേഷ്ഠമായത് ഞാൻ വ്യാസനാണെന്ന് പറയുന്നുണ്ട്. വൈദികജ്ഞാനത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടിയ മുനികളിൽ ശ്രേഷ്ഠൻ വ്യാസദേവനാണ്. വൈദികജ്ഞാനത്തെ ഈ കലിയുഗത്തിൽ സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാക്കത്തക്കവണ്ണം വിവിധ രീതികൾ അവതരിപ്പിച്ച് ഈ വ്യാസദേവൻ കൃഷ്ണന്റെ അവതാരമായി അറിയപ്പെടുന്നു. അപ്പൊ ആ രൂപത്തിലും ഭഗവാൻ ആ വ്യാസരൂപത്തിലും വന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ, അതായത് വേണ്ട ഈ മഹത് ഗ്രന്ഥങ്ങളിലൊക്കെ രചിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ പരമാത്മാരൂപിയായ ഭഗവാൻ ഇപ്പൊ ആ ശരീരം വിട്ടു പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ശരീരം വിട്ടു പോകുമ്പോൾ ഇവിടെ ആധ്യാത്മികത്തിലെത്തുമ്പോൾ അതിപ്പോ പല അവതാരങ്ങളും ഭൗതിക ലോകത്തിൽ എടുത്തിട്ടുണ്ട്. അവരൊക്കെ ആ ഭഗവാൻ ആ അവതാരം കഴിഞ്ഞ് ആ അവതാര ലീല കഴിഞ്ഞ് ഭഗവാന്റെ ലീല കഴിഞ്ഞാൽ ഭഗവാൻ തിരിച്ച് ആ പരമ ആധ്യാത്മികത്തിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ അവിടേക്ക് എത്തുമ്പോഴാണ് അവിടെ ആ പരമപുരുഷൻ ആത്യന്തികമായി തന്റെ ആധ്യാത്മിക ജ്യോതിസിനെ വെളിപ്പെടുത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യാസദേവന്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ്, അതായത് പരാശരമുനിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ചു. അതും ഭഗവാൻ തന്നെയാണ് ജനിച്ചിരുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ഇത് വ്യാസൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഭഗവാൻ വ്യാസദേവനെ അവതരിച്ച് വേദാന്ത സൂത്രം രചിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വേണ്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ, ഭഗവാനെ കുറിച്ച് ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ മുഴുവൻ രചിക്കാനൊക്കെ ഭഗവാൻ തന്നെ വ്യാസദേവനെ അവതരിച്ച് ഇവിടെ വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ആ നമുക്ക് വേണ്ട ഗ്രന്ഥങ്ങളൊക്കെ ഭൗതികത്തിൽ വന്നിരിക്കുന്ന ജീവാത്മാക്കൾക്ക്
ആധ്യാത്മികതയിലേക്ക് തിരിച്ചല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാനുള്ള വേണ്ട ഗ്രന്ഥങ്ങളൊക്കെ സൃഷ്ടിച്ചു എഴുതി. അതിനുശേഷം ആ ഭഗവാൻ തിരിച്ചു പോവാണ് പരവ്യോമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ആധ്യാത്മിക ലോകത്തിൽ ശരീരം അങ്ങനെ പ്രകാശരൂപിതമായിട്ട് അവിടെ കുടികൊള്ളുന്നു, അവിടെ വാഴുന്നു എന്ന് പറയുന്നു എന്നാണ് ഇതിൽ നിന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ 18ാം ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഭൗതിക ശരീരം സ്വീകരിച്ച പരമാത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ ആധ്യാത്മിക തലത്തിലുള്ള സ്വന്തം രൂപത്തോടെ ആധ്യാത്മിക തലത്തിൽ വാഴുന്നു. അങ്ങനെ പരമപുരുഷൻ എന്നറിയപ്പെടുന്നു. അങ്ങനെ ആധ്യാത്മിക തലത്തിലെത്തി പരമപുരുഷനായിട്ട് അവിടെ അതാണ് ആ പുരുഷൻ എന്ന ഉത്തമ പുരുഷനെയും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ 2 പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞ് 3ാമത്തെ പുരുഷൻ ഈ ഉത്തമ പുരുഷനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഈ 2 ശ്ലോകങ്ങളും പറഞ്ഞത്. അത് ചേതോപനിഷത്തും പിന്നെന്താ കഠോപനിഷത്തും അത് ആ ശ്ലോകത്തിൽ കൂടി നിത്യോനം ചേതനാനം എന്ന ആ ശ്ലോകത്തിൽ കൂടി നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലാസ്സായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. കുറച്ചുള്ളൂ അല്ലേ? കുറച്ച് കിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. എനിക്ക് അധികമൊന്നും കിട്ടിയില്ല അതിനെ പറയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ പ്രഭുജി? കേൾക്കുന്നുണ്ട്, പക്ഷേ എക്കോ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. എക്കോ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. നാളെ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.